Hi dear students, +1 മാത്തമാറ്റിക്സിലെ സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 8.2 28 ആൻഡ് 29 പ്രോബ്ലം 28 ആൻഡ് 29 ആണ് ഇന്നത്തെ സെഷനിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രോബ്ലം 28. The sum of two numbers is 6 times their geometric means. 6 times their geometric means. Show that the numbers are in the ratio 3 plus 2 root 2 is to 3 minus 2 root 2. Sum of two numbers is 6 times their geometric means. അപ്പോൾ നമുക്ക് നമ്പേഴ്സിനെ ഇവിടെ സെലക്ട് ചെയ്യാം. A, B are the numbers. Suppose A, B are the numbers. Okay, are the numbers. ഇനി സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 6 ടൈംസ് ദെയർ ജോമെട്രിക് മീൻ. നമുക്കറിയാം ഇതിൻ്റെ ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് റൂട്ട് എ ബി ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സം ഓഫ് ടു നമ്പേഴ്സ് എ പ്ലസ് ബി. എ പ്ലസ് ബി എന്ന് പറയുന്നത് ഇതാണ്. സം ഓഫ് നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു 6 ടൈംസ് ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ റൂട്ട് എ ബി ആണല്ലോ. 6 ടൈംസ് ജോമെട്രിക് മീൻ. ഓക്കെ, റൂട്ട് എ ബി. നമുക്കിതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇത് ഈ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എഴുതാം. സ്ക്വയർ രണ്ട് ഭാഗത്ത് നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. എ പ്ലസ് ബി സ്ക്വയർ ഇസ് ഇക്വൽ ടു, ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ 6ൻ്റെ സ്ക്വയർ 36, റൂട്ട് എ ബിയുടെ സ്ക്വയർ എ ബി. ഇപ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്തു. എ പ്ലസ് ബി സ്ക്വയർ ഇസ് ഇക്വൽ ടു 36 എ ബി. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. നിൽക്കട്ടെ, ഇനി നമ്മളിവിടെ ഒരു ഐഡൻറ്റിറ്റി ഉപയോഗിക്കുകയാണ്. ഐഡൻറ്റിറ്റി ഇതാണ്. എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ മൈനസ് 4ab. ഈ ഒരു ഐഡൻറ്റിറ്റി എപ്പോഴും ശരിയായിരിക്കും. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എ മൈനസ് ബി ഹോൾ സ്ക്വയർ നിങ്ങൾക്ക് അറിയാമല്ലോ, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ നിന്നും 4ab മൈനസ് ചെയ്താൽ കറക്റ്റ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആയിരിക്കും. ആ ഐഡൻറ്റിറ്റി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും എന്ന് അറിയോ? എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതാ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36ab ആണല്ലോ. 36ab മൈനസ് 4ab. ഓക്കെ, 4ab ദാറ്റ് ഈസ് ഈക്വൽ ടു 32ab എന്ന് ലഭിക്കും. 32ab ഇതാണ് എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ. ഓക്കെ, സോ നമ്മൾ റൂട്ട് എടുക്കുന്നു. റൂട്ട് എടുക്കുമ്പോൾ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു, ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് 32 റൂട്ട് എ ബി എന്ന് ലഭിക്കും. റൂട്ട് 32 റൂട്ട് എ ബി. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 2. ഈ തൽക്കാലം ഞാൻ ഈ ഐഡൻറ്റിറ്റി ഇവിടെ നിങ്ങൾ ഡിലീറ്റ് ആക്കുകയാണ്. ഈ ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സിംപ്ലിഫൈ ചെയ്താൽ കറക്റ്റ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ഈ രണ്ട് ഇക്വേഷൻസ് 1ഉം 2ഉം അടുത്തടുത്ത് എഴുതുകയാണ്. ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സൈഡിലോട്ട് മാറ്റി എഴുതുന്നു. എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 6 ടൈംസ് റൂട്ട് എ ബി ഇക്വേഷൻ നമ്പർ 1. എ മൈനസ് ബി ഇസ് ഈക്വൽ ടു റൂട്ട് 32 ടൈംസ് റൂട്ട് എ ബി. റൂട്ട് 32 എന്നുള്ള നമ്പറിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 4 റൂട്ട് 2 എന്ന് എഴുതാം. നമ്മൾ ആവശ്യം ഉണ്ടാകുമ്പോൾ അത് യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ ഈ രണ്ട് ഇക്വേഷൻസ് അങ്ങ് സം ചെയ്യാണ്. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2. 1 പ്ലസ് 2 ചെയ്യാൻ പോവാം കേട്ടോ. 1 പ്ലസ് 2 ഗീവ്സ് 1 പ്ലസ് 2 ഗീവ്സ്. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ബിയും ബിയും ക്യാൻസൽ ആവും. എ പ്ലസ് എ എന്ന് പറഞ്ഞാൽ 2a ആയിരിക്കും. 2a ഇസ് ഈക്വൽ ടു, ഇത് ആഡ് ചെയ്യുമ്പോൾ റൂട്ട് എ ബി 6 റൂട്ട് എ ബി പ്ലസ് റൂട്ട് 32 എ ബി എന്ന് വരും. റൂട്ട് എ ബി കോമൺ ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ റൂട്ട് എ ബിയെ കോമൺ ഫാക്ട് എടുക്കുന്നു കേട്ടോ. റൂട്ട് എ ബിയെ കോമൺ ഫാക്ട് എടുത്തിട്ട് ബ്രാക്കറ്റിനകത്ത് 6 പ്ലസ് റൂട്ട് 32 എന്ന് എഴുതുന്നു. റൂട്ട് 32 എന്ന് പറഞ്ഞാൽ എന്താ? 4 റൂട്ട് 2. അപ്പോൾ ഇത് സെറ്റായി അല്ലേ? അപ്പോൾ 6 റൂട്ട് എ ബി പ്ലസ് 4 റൂട്ട് 2 റൂട്ട് എ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇതിൽ നിന്ന് 2, ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. ആ 2നെ നമ്മൾ കോമൺ ഫാക്ട് എടുക്കുന്നു. 2 റൂട്ട് എ ബി എന്ന് എഴുതുന്നു. ബാക്കി ഇവിടെ ഇതിൽ നിന്ന് 2 പുറത്തേക്ക് പോയാൽ 3 ഉണ്ടായിരിക്കും. 3 പ്ലസ് ഇവിടെ നിന്ന് 2 കോമൺ ഫാക്ട് എടുത്താൽ 2 റൂട്ട് 2 എന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദിസ് ഈസ് 2a. അപ്പോൾ നമ്മൾ ഈ 2 ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എയുടെ ആൻസർ ലഭിക്കും. എ ഇസ് ഈക്വൽ ടു
റൂട്ട് എ ബി ഇൻറ്റു 3+2√2 എന്ന് നമുക്ക് ആൻസർ ലഭിച്ചു. ഇതാണ് എയുടെ ആൻസർ. ഞാൻ ഇവിടെ തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി ഞാൻ ബി ചെയ്ത് നോക്കാം കേട്ടോ. വാട്ട് ഈസ് ബി? ബി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 യൂസ് ചെയ്യാം അല്ലേ. 1 ഇംപ്ലൈസ് ഇക്വേഷൻ നമ്പർ 1 നമ്മുടെ എയുടെ വാല്യൂ കൊടുക്കുകയാണ്, എൻ്റെ വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു വാട്ട്? ബി ഈസ് ഈക്വൽ ടു ഇതാ 6√AB 6√AB മൈനസ് എ അല്ലേ, ഇതാ മൈനസ് എ. ആ എയുടെ സ്ഥാനത്ത് ഈ വാല്യൂ കൊടുക്കുന്നു. എയുടെ സ്ഥാനത്ത് ഇത് കൊടുക്കുന്നു 3+2√2AB എന്ന് കൊടുക്കുന്നു. റൂട്ട് എ ബി. ഓക്കെ, 6√AB മൈനസ് എ. ഇതാ ഇക്വേഷൻ നമ്പർ 1 നിന്നും എ എന്ന് പറഞ്ഞാൽ 6√AB മൈനസ് ബി കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് എ ബി ഇവിടെ ഉണ്ട്, റൂട്ട് എ ബി ഇവിടെ ഉണ്ട്. ഇപ്പോൾ റൂട്ട് എ ബിയെ ഞാൻ കോമൺ ഫാക്ട് എടുക്കുന്നു. റൂട്ട് എ ബിയെ കോമൺ ഫാക്ട് എടുത്തു. ഇവിടെ ബാക്കിയുള്ളത് 6 ആണ്. ഇവിടെ -3 ആണ്, -3 ആണ്. വീണ്ടും മൈനസ് ആണുള്ളത്, -2√2. ഈ മൈനസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ -3 മൈനസ് രണ്ടാക്കുള്ള മൈനസ് ആണിത്. ഓക്കെ, 6 3 പോയാൽ നമുക്കറിയാം, ഇവിടെ മാറ്റി എഴുതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് എ ബി ഇൻറ്റു ദിസ് ഈസ് 6 - 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. വീണ്ടും മൈനസ് ആണ്, -2√2 എന്ന ആൻസർ ലഭിച്ചു. ഓക്കെ, ദിസ് ഈസ് അവർ ബി. ഇപ്പോൾ എയും കിട്ടിയിട്ടുണ്ട്, ബിയും കിട്ടിയിട്ടുണ്ട്. ഈ നമ്പേഴ്സ് ആർ ഇൻ ദി റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ എ ബൈ ബി ഒന്ന് ചെയ്ത് നോക്കുകയാണ്. വാട്ട് ഈസ് എ ബൈ ബി? എ ബൈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ എ ഇവിടെ ഉണ്ടല്ലോ, റൂട്ട് എ ബി ഇൻറ്റു 3+2√2 3+2√2 ഡിവൈഡഡ് ബൈ ബി. ഇതാ അവിടെ ഉണ്ടല്ലോ, റൂട്ട് എ ബി ഇൻറ്റു 3-2√2. ഈ റൂട്ട് എ ബി അങ്ങ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 3+2√2 ഡിവൈഡഡ് ബൈ 3-2√2. അതല്ലേ നമുക്ക് വേണ്ട ആൻസർ. നോക്കൂ, 3+2√2 ഈസ് ടു 3-2√2. കണ്ടോ, എ ബൈ ബി എന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ എ ഈസ് ടു ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ന്യൂമറേറ്റർ ഈസ് ടു ഡിനോമിനേറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഐഡൻറ്റിറ്റി a+b ഹോൾ സ്ക്വയറിൽ നിന്ന് നമ്മൾ a-b² എഴുതി. അതിൻ്റെ ശേഷം ഇക്വേഷൻസ് 1ഉം 2ഉം ആഡ് ചെയ്തു. അപ്പോൾ റൂട്ട് എ ബിയുടെ ചെറിയ പ്രശ്നങ്ങളുണ്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ ലഭിക്കും. ഓക്കെ, കൃത്യമായിട്ട് എഴുതിയെടുക്കുക, ഐഡൻറ്റിറ്റീസ് മനസ്സിലാക്കുക, സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29. ഇഫ് A and G are the arithmetic mean and geometric mean respectively between two positive numbers, prove that the numbers are a plus or minus root of a plus g into a minus g. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ജോമെട്രിക് മീൻ മാത്രമേ ഈ വർഷം പഠിക്കാനുള്ളൂ. അരിത്തമെറ്റിക് മീൻ AM നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനില്ല. അത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ വർഷം അത് സിലബസിൽ നിന്ന് ഒഴിവാക്കിയ ഭാഗമാണ് അരിത്തമെറ്റിക് മീൻ. ഏതായാലും നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമ്മൾ 2 നമ്പേഴ്സായിട്ട് ആദ്യം എയും ബിയും സെലക്ട് ചെയ്യുന്നു. A, B ബി ദി നമ്പേഴ്സ്. എയുടെയും ബിയുടെയും അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് നമുക്കറിയാം. അരിത്തമെറ്റിക് മീൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് a+b/2 എന്നാണ്. അരിത്തമെറ്റിക് മീൻ = a+b/2. ഈ അരിത്തമെറ്റിക് മീൻ = a എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അരിത്തമെറ്റിക് മീനിന് ഉപയോഗിക്കുന്ന സിമ്പൽ a ആണ്. ഇതാ ഇവിടെ a എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ആണ് അരിത്തമെറ്റിക് മീൻ. ഓക്കെ, ജി ആണ് ജോമെട്രിക് മീൻ. നമുക്കറിയാം ജോമെട്രിക് മീൻ a+b/2 = a. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് എഴുതാം? a+b = 2a എന്ന് എഴുതാം. ഓക്കെ, a+b = 2a. അതേപോലെ ജോമെട്രിക് മീൻ ജി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ റൂട്ട് എ ബി ആണ്. റൂട്ട് എ ബി = ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ ജി. ഈ ക്വസ്റ്റ്യനിൽ അരിത്തമെറ്റിക് മീൻ എയും ജോമെട്രിക് മീൻ ജിയുമാണ്. അത് രണ്ടും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ സ്ക്വയർ ചെയ്യാം. AB = g² എന്ന് എഴുതാം അല്ലേ, g². ഇനി നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഉപയോഗിച്ചതുപോലെ a+b = 2a ആണ്. a-b² എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? a-b² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a+b² -4ab ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ a-b എഴുതാം. a-b² a-b² = a+b². a+b യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2a യുടെ സ്ക്വയർ 4ab
എ സ്ക്വയർ മൈനസ് 4ab 4 ഇൻറ്റു എ ബി എന്ന് പറഞ്ഞാൽ ജി സ്ക്വയർ ആണ് ഓക്കെ. എ ബി എന്ന് പറഞ്ഞാൽ ജി സ്ക്വയർ, ഇതവിടെ എ ബി സ്ക്വയർ ജി സ്ക്വയർ. അപ്പോൾ നമുക്ക് എ മൈനസ് ബി ഹോൾ സ്ക്വയർ കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എ മൈനസ് ബി കിട്ടും അല്ലേ. എ മൈനസ് ബി കിട്ടാൻ നമുക്ക് ഇതിൻ്റെ റൂട്ട് എടുക്കാം. ബിഫോർ ദാറ്റ് നമുക്ക് ഇതിന് 4 കോമൺ ഫാക്ട് എടുക്കാം. 4നെ കോമൺ ഫാക്ട് എടുത്താൽ 4 ഇൻറ്റു എ സ്ക്വയർ മൈനസ് ജി സ്ക്വയർ എന്ന് ലഭിക്കും. ദിസ് ഈസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എടുക്കുമ്പോൾ 4ൻ്റെ റൂട്ട് 2, ഇയാളുടെ റൂട്ട് എടുക്കുമ്പം റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ജി സ്ക്വയർ എന്ന് ലഭിക്കും. ആ എ മൈനസ് ബി ആണ് ഞാൻ ഇവിടെ എഴുതുന്നത്. എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ജി സ്ക്വയർ. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി റെഡി ആയിട്ടുണ്ട്, എ മൈനസ് ബി റെഡി ആയിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷൻസും കൂടെ ഞാൻ പ്ലസ് ചെയ്യാണ്. ഓക്കെ, ആഡിങ് ദീസ് 2 ഇക്വേഷൻസ്. ഈ രണ്ട് ഇക്വേഷൻസും ആഡ് ചെയ്യുമ്പോൾ പ്ലസ് ബി മൈനസ് ബി ക്യാൻസൽ ആവും, നമുക്ക് 2a ലഭിക്കും. 2a ഇസ് ഈക്വൽ ടു, ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ നിന്നും 2നെ കോമൺ ഫാക്ട് എടുക്കുന്നു. 2നെ കോമൺ ഫാക്ട് എടുത്താൽ ഫസ്റ്റ് എ വരും അല്ലേ. എ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ജി സ്ക്വയർ എന്ന് ലഭിക്കും. അതാണ് നമ്മുടെ എ. ഈ 2 അങ്ങ് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എയുടെ വാല്യൂ കിട്ടും. എ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ജി സ്ക്വയർ. അപ്പോൾ എയുടെ വാല്യൂ സെറ്റായി. അപ്പോൾ ആദ്യത്തെ നമ്പർ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ നമ്പർക്ക് നമുക്കറിയാം, ഇത് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, എ പ്ലസ് റൂട്ട് ഓഫ് എ പ്ലസ് ജി ഇൻറ്റു എ മൈനസ് ജി. നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ജി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ജി ഇൻറ്റു എ മൈനസ് ബി ആണ്, എ മൈനസ് ജി ആണ്. ഓക്കെ, ഇനി നമുക്ക് ബി കിട്ടണം. ബി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരുന്നു. ഇക്വേഷൻ നമ്പർ ഇതാ, ഇക്വേഷൻ നമ്പർ 1 നോക്കൂ. ഇക്വേഷൻ നമ്പർ 1ൽ നമ്മൾ കൊടുക്കുന്നു കേട്ടോ. വാട്ട് ഈസ് ബി? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മൈനസ് ഇതായിരിക്കും അല്ല. ഈ ബി എ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. സോറി, ഇക്വേഷൻ നമ്പർ 1ൽ ബി ഈസ് ഈക്വൽ ടു 2a മൈനസ് എ ആയിരിക്കും. ബി ഈസ് ഈക്വൽ ടു, ഇങ്ങോട്ട് നോക്കൂ, ഇക്വേഷൻ നമ്പർ 1ലേക്ക് 2a മൈനസ് എ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2a എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ 2 ഇൻറ്റു വാട്ട് ഈസ് എ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ജി സ്ക്വയർ, അത് 2a ആയി, മൈനസ് സോറി 2a മൈനസ് എ. ദിസ് ഈസ് ഈക്വൽ ടു 2a മൈനസ്, ഇതാണ് എയുടെ വാല്യൂ ഇവിടെ ഞാൻ എഴുതുന്നു. എ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ജി സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ 2a മൈനസ് എ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്, പിന്നെ മൈനസ് ആ വരിക അല്ലേ, മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ജി സ്ക്വയർ. ഇതാണ് ബിയുടെ ആൻസർ. നോക്കൂ, നിങ്ങൾ എയും ബിയും ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ, ദെർഫോർ ദി നമ്പേഴ്സ് ആർ എയും ബി ആണല്ലോ നമ്മുടെ നമ്പേഴ്സ്. എ ഈക്വൽ ടു വാട്ട്? എ ഈസ് ഈക്വൽ ടു ദ ക്യാപിറ്റൽ എ പ്ലസ് റൂട്ട് ഓഫ്, ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ എന്താ കിട്ടുക? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള മോഡൽ എഴുതിയാൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്പറായി. വാട്ട് ഈസ് ബി? ബി ഈക്വൽ ടു, സെക്കൻഡ് നമ്പർ ഇതാ എ മൈനസ് റൂട്ട് ഓഫ്, ഇതിന് വീണ്ടും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള മോഡൽ എഴുതി കഴിഞ്ഞാൽ ആ ആൻസറും സെറ്റായി. ഓക്കെ, ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഈ എ മൈനസ് ബി ഹോൾ സ്ക്വയറിന് നമ്മൾ ഈ ഒരു ഐഡൻറ്റിറ്റി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഐഡൻറ്റിറ്റി നിങ്ങൾ ഒന്നുകിൽ പഠിക്കണം, അത് നിങ്ങൾക്ക് സ്വയം ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി കിട്ടിക്കഴിഞ്ഞാൽ എ മൈനസ് ബി കിട്ടാനുള്ള ടെക്നിക്കാണ് ഇത്. പിന്നെ രണ്ട് ഇക്വേഷൻസും നമ്മൾ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം ഇവിടെ ആഡ് ചെയ്തതാണ്. 1 + 2 ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എ കിട്ടും. ഇക്വേഷൻ നമ്പർ 1ൽ കൊണ്ടുപോയിട്ട് വാല്യൂ കൊടുത്താൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ ബി കിട്ടും. സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം, 2a മൈനസ് എ, ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതാണ് 2a മൈനസ് എ, പിന്നെ ഈ ബ്രാക്കറ്റ് ഈ മൈനസ് ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യണം, മൈനസ് എ മൈനസ് ദിസ് റൂട്ട്. അങ്ങനെയാണ് ഈ വാല്യൂസ് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ അതിൽ ഏറ്റവും നല്ല നല്ല ചോദ്യങ്ങളാണ്. ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും തന്നു കഴിഞ്ഞാൽ നമ്പേഴ്സ് എപ്പോഴും ഈ ഒരു ഫോമിലായിരിക്കും എന്നുള്ളത് ഷോർട്ട് കട്ടായിട്ട് പഠിക്കാൻ കഴിയും. ജോയിൻറ്റ് എൻട്രൻസ് എക്സാം JEE എക്സാമിനൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഈ ഒരു റിസൾട്ട് നിങ്ങൾ അന്നേരം
കാണാതെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയും. അതിൻ്റെ ഒരു പ്രൂഫ് എന്നുള്ള നിലയിലാണ് ഈ ചോദ്യം ഇവിടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അതോടുകൂടി നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.